എൻ്റെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓരോരുത്തരും പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ധാരാളം വിഷയങ്ങൾ നമ്മൾ റബ്ബിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ സ്വീകരിക്കുന്നില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ട്. എന്നാൽ അങ്ങനെയില്ല. നാം എന്ത് ദുആ ചെയ്താലും അല്ലാഹു തആല അത് സ്വീകരിക്കും. നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം എന്നല്ലേ റബ്ബ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ചോദിക്കുക, നമുക്ക് എന്തായിരുന്നാലും ഉത്തരം ലഭിക്കും. ചെറിയ ഒരു ദിക്റ് പറയാം. ഈ ദിക്റ് നമ്മൾ ചൊല്ലിയതിന് ശേഷം ദുആ ചെയ്താൽ തീർച്ചയായും നമുക്ക് ഉത്തരം കിട്ടും എന്നതാണ് മഹാന്മാരായ ആളുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ചെറിയ ഒരു ദിക്റ്, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ. ഈ ദിക്റാണ് നാം ചൊല്ലേണ്ടത്. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്നതിൻ്റെ അബ്ജദിയ കണക്കനുസരിച്ച് അഥവാ 450 പ്രാവശ്യമാണ് നാം ആ ദുആ ചെയ്യേണ്ടത്. ആ ദുആ ചെയ്തുകൊണ്ട് റബ്ബിനോട് നാം ചോദിച്ചു നോക്കൂ, തീർച്ചയായും ഹലാലായ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സാധിപ്പിച്ചു തരും. അതോടൊപ്പം തന്നെ പാതിരാ സമയത്ത് എണീറ്റുകൊണ്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് അതേ ഇരുത്തത്തിലാണ് നമ്മൾ ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ എന്ന ദിക്ർ ചൊല്ലി ദുആ ചെയ്യുന്നതെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടും എന്നതുകൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്നാണ് ഈ ചെറിയ ദിക്ർ നാം 450 പ്രാവശ്യം ചൊല്ലി ദുആ ചെയ്യുക എന്നുള്ളത്. നമുക്ക് അല്ലാഹു തആല ഉത്തരം നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം കൊടുക്കുന്നവരിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ.